പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും ടെക്സ്റ്റൈൽസിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മുടെ ചന്തുമോൾക്കും അതുപോലെ തന്നെ നന്ദുവിനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ അനാമികയെ അവർ കാണാൻ ഇടയാകുന്നത്. എന്നിട്ട് ആദർശ് നയനയോട് പറയുന്നുണ്ട്, നയനെ അത് അനാമികയല്ലേ? അനാമിക മാത്രമല്ലല്ലോ, അവളുടെ കൂടെ ഒരു പയ്യനും ഉണ്ടല്ലോ, അത് അന്ന് ആ പാർക്കിൽ വെച്ച് കണ്ട ആ പയ്യനല്ലേ, അന്ന് അനി നിനക്ക് ഫോട്ടോ കാണിച്ചു തന്നു എന്ന് പറഞ്ഞ ആ പയ്യൻ തന്നെയല്ലേ കൂടെയുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതെ അതെ ആ പയ്യൻ തന്നെയാണ്. അവൾ വീണ്ടും ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ, എന്തൊരു കഷ്ടമാണ്, കണ്ടിട്ട് തന്നെ അറപ്പ് തോന്നുന്നു എന്നുള്ള രീതിയിലൊക്കെ നയന പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അതെ പിന്നെ ഇവൾക്കൊന്നും എത്ര പറഞ്ഞാലും കൂസലുമില്ല, ഒരു പേടിയുമില്ല, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് അനാമികയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക നമ്മുടെ നയനയും ആദർശിനെയും കാണുന്നത്. ആ സമയത്ത് ഒന്ന് ഞെട്ടിയെങ്കിലും ഒരു കൂസലില്ലാതെയാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ ആദർശും നയനയും അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് നയനയും ആദർശവും, നീ എന്താ ഇങ്ങനെ കണ്ടവരുടെ കൂടെ കറങ്ങി നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതെന്താ എനിക്ക് കറങ്ങി നടന്നൂടെ? എന്നെ കൊണ്ട് നടക്കേണ്ട ആൾ മറ്റുള്ളവരുടെ കൂടെ കറങ്ങി നടക്കുകയാണല്ലോ, എന്നെ കൊണ്ട് നടക്കാനൊന്നും അവന് നേരമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നെ കൊണ്ട് നടക്കാനും ഇവിടെ ആളുണ്ട് എന്നുള്ളതും എല്ലാവർക്കും ഒന്ന് തെളിയണമല്ലോ, അറിയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നീ ഇത്തരത്തിലുള്ള സ്വഭാവം നിർത്തിയിട്ടില്ല അല്ലേ? ഇങ്ങനെയുള്ള ഒരു കാമുകനുമായിട്ട് കറങ്ങുന്നത് അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ അതിൻ്റെ ഉള്ള തെളിവുണ്ട് എന്ന് പറയുമ്പോൾ, ആ കണക്കായി പോയി തെളിവുണ്ടെങ്കിൽ എന്ന് പറയുകയാണ് അനാമിക. ആ സമയത്ത് ഒരു കൂസലും ഇല്ല, ഇവൾക്ക് ആര് കണ്ടാലും ഒരു കുഴപ്പവുമില്ല, വൃത്തികെട്ടൊരു സ്വഭാവമാണ് ഇവളുടേത് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പാവുകയാണ്. ആ സമയത്ത് അനാമിക നമ്മുടെ ആദർശിനെ കുറ്റം പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെപ്പോലെ വൃത്തികെട്ടവളല്ല ഞാൻ, നിങ്ങളല്ലേ കല്യാണത്തിന് മുമ്പ് കുട്ടികളുണ്ടാക്കിയതും അത്തരത്തിലൂടെ നടക്കുന്നതും അതിന് സപ്പോർട്ടായിട്ടൊരു ഭാര്യയുമാണല്ലോ നിങ്ങൾക്കുള്ളത്, എന്തായാലും അതുപോലെയൊന്നും അല്ല ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അനാമികയും കാമുകനും അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ആദർശം നയനയും പറയുന്നുണ്ട്, എന്ത് സ്വഭാവമാണ്, ഏതായാലും അച്ഛനും അമ്മയും ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാവും മകളെയും ഇങ്ങനെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തായാലും മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ അറിയിക്കണം. എന്താപ്പം അനിയുടെ അമ്മയുടെയും അവസ്ഥ, സ്വന്തം മരുമകളെ അത്രയ്ക്കും വിശ്വസിച്ച് നടക്കുകയാണ്, അവളുടെ മുന്നിലൊക്കെ ഇവളുടെ ഈ ഒരു അഹങ്കാരമൊക്കെ തീർത്തു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു കൂസലും ഇല്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾക്ക് ടെട്ടിൻ്റെ പണിയൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ആദർശം നയനയും ആ ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മുടെ നയനയുടെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവർക്കൊക്കെ ഡ്രസ്സ് കൊടുക്കുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ.